പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയല്ലേ കിളിയെ. അതാണ് ഇപ്പോൾ ഈ അവസ്ഥ. ഞാൻ മുൻ ഭാര്യയുടെ അടിമയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കറിഞ്ഞ നടൻ രവി മോഹൻ. ആണായാലും പെണ്ണായാലും ഇഷ്ടപ്പെടാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം ഇതുപോലെ പൊട്ടിത്തെറിച്ചെന്ന് വരാം, സ്വാഭാവികം. പക്ഷെ ഇതിൻ്റെ താഴത്ത് വന്നിരുന്ന കമൻറ്റുകൾ ആണായതുകൊണ്ട് എല്ലാവർക്കും പുച്ഛം, തമാശ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളാണ്. ഇതൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായിരിക്കുമല്ല അവസ്ഥ? സോഷ്യൽ മീഡിയ കത്തിയനെ, ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേനെ. അതുപോലുള്ള ആൾക്കാരുകൾ വരട്ടെ, ഒരുപാട് ആങ്ങളമാർ, പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സ്ത്രീകൾ. പക്ഷെ ആണിന് പറ്റുമ്പോൾ ആണ് തന്നെ കളിയാക്കുന്നു. വല്ലാത്തൊരു അവസ്ഥ. എന്നിട്ട് പറയുന്നു ആണിന് ഒരു വിലയില്ല. ആണിന് വരുമ്പോൾ ആണ് തന്നെ കളിയാക്കിക്കൊണ്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നു. അതൊക്കെ പോട്ടെ. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു കഥയാണോ സത്യം തന്നെയാണോ എന്നറിയില്ല. നീ ഇനി എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും നിൻ്റെ പേരിൽ വാങ്ങുക, ഭാര്യയുടെ പേരിൽ വാങ്ങരുതെന്ന്. അതിന് പറയുന്ന കാരണം, പണ്ടൊരാൾ ഗൾഫിൽ ഒരുപാട് കാലം അധ്വാനിച്ച് അയാൾ ഉണ്ടാക്കിയത് മൊത്തം ഭാര്യയുടെ പേരിലാണ് അത്രേ വാങ്ങിയത് എല്ലാം. അവസാനം അയാൾക്ക് കഴിയാതെ നാട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യയ്ക്ക് പോലും അയാളെ വേണ്ട. സ്വന്തം വീട് പോലും ഭാര്യയുടെ പേരിലാണ് അത്രേ വാങ്ങിച്ചത്. എന്നിട്ട് ഭാര്യയ്ക്ക് വേണ്ടാത്തൊരവസ്ഥയായി. അതുകൊണ്ട് പറയുന്നത്, നീ എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും നിന്റെ പേരിൽ ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ സത്യമായിരിക്കും.